ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. പ്രതിസന്ധികളെ സാധ്യതകളാക്കി വിഷുവിന് അമ്പലപ്പാറയിൽ നിന്ന് കർഷകർ വിപണിയിലെത്തിക്കുന്നത് 16 ടൺ കണിവെള്ളരി. വന്യമൃഗശല്യവും കാലാവസ്ഥാ പ്രശ്നങ്ങളും അതിജീവിച്ചായിരുന്നു വെള്ളരി കൃഷി. അറവക്കാട്, ചെറുമുണ്ടശ്ശേരി പ്രദേശങ്ങളിലെ ഏകദേശം 8 ഏക്കർ കൃഷിയിടങ്ങളിലാണ് മികച്ച വിളവ്. 20ഓളം കർഷകരുടെ അധ്വാന ഫലമാണിത്. മയിൽ, കുരങ്ങൻ, മുള്ളൻപന്നി തുടങ്ങിയവയുടെ ശല്യത്തെയും ജലക്ഷാമത്തെയും അതിജീവിച്ചാണ് കർഷകർ വെള്ളരി വിപണിയിലെത്തിച്ചത്. അറവക്കാട് ആശ്രയ ക്ലസ്റ്ററിന് കീഴിലുള്ള കർഷകരാണ് ഏറ്റവും കൂടുതൽ വെള്ളരി ഉൽപ്പാദിപ്പിച്ചത്. ഏകദേശം 15 ടണ്ണിലേറെ വെള്ളരി വിളവെടുത്തു. 7.5 ഏക്കർ സ്ഥലത്തായിരുന്നു കൃഷി. ചെറുമുണ്ടശ്ശേരി, പുലാപ്പറ്റശ്ശേരി പാടശേഖരത്തിൽ 1/2 ഏക്കറിലേറെ സ്ഥലത്ത് കൃഷി ചെയ്ത കർഷകൻ ജിമ്മിക്ക് 1 ടണ്ണിലേറെ വെള്ളരിയും ലഭിച്ചു. മത്തൻ, കുമ്പളം, പയർ എന്നിവയിലും ജിമ്മിക്ക് മികച്ച വിളവ് ലഭിച്ചു. നേരത്തെ തന്നെ വിപണിയിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞെങ്കിലും വെള്ളരിക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വിലയിൽ അല്പം കുറവ് വന്നത് കർഷകരെ നിരാശരാക്കി. 20 രൂപ മുതൽ 27 രൂപ വരെയാണ് ലഭിച്ചത്. കഴിഞ്ഞ വർഷം കിലോയ്ക്ക് 23 രൂപ വരെ വില ലഭിച്ചിരുന്നു. കർഷകനായ ജിമ്മിക്ക് മംഗലാംകുന്ന്, പൂക്കോട്ടുകാവ്, കല്ലുവഴി ഭാഗങ്ങളിലെ സ്ഥാപനങ്ങളിൽ വിൽപ്പന നടത്തിയപ്പോൾ മാത്രമാണ് 27 രൂപ വരെ ലഭിച്ചത്. പത്തിരിപ്പാലയിൽ നിന്നുള്ള വ്യാപാരികൾ അറവക്കാട്ടെ കൃഷിയിടത്തിലെത്തി നേരിട്ടെടുത്തതുവഴി 22.5 രൂപ വിലയും ലഭിച്ചു. അമ്പലപ്പാറയിലെയും ഒറ്റപ്പാലത്തെയും വിപണികളിൽ 20-21 രൂപയാണ് ലഭിക്കുന്നത്. വിളവെടുപ്പിന് പാകമാകുന്ന സമയത്ത് ജലലഭ്യത കുറഞ്ഞത് കർഷകരെ ആശങ്കയിലാക്കിയെങ്കിലും പ്രതിസന്ധി മറികടക്കാനായി. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.